ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്നലെ എൻ്റെ അമ്മമ്മനെ കാണാൻ വേണ്ടി കണ്ട് കീശ്ശേരിയാണ് എൻ്റെ അമ്മമ്മേൻ്റെ വീട്. അപ്പോൾ അമ്മോൻ്റെ വീട്ടിലാണ് അമ്മമ്മ. അപ്പോൾ അവിടേക്ക് കാണാൻ വേണ്ടി ഇന്നലെ പോയിനി. അപ്പോൾ അമ്മോൻ്റെ മോൾ അവിടെ ഇല്ലേനി. അപ്പോൾ ഞാൻ എത്തിക്കണം പറഞ്ഞപ്പോൾ ഓളും പെട്ടെന്ന് എത്തിക്കണം. 6 മണി ആയിക്കണം കേട്ടോ വൈകുന്നേരം. അപ്പോൾ പോരാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ അമ്മമ്മ പറഞ്ഞു ചക്ക ഉണ്ടോന്ന് ഇട്ട് കൊണ്ടുപോയിക്കോ പറഞ്ഞു. അങ്ങനെ അമ്മോൻ്റെ മകനൊരു ചക്കയൊക്കെ പ്ലാവുമെന്ന് ഇട്ട് നിന്ന്. ആ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ അല്ലേ, ചക്കയായിട്ടും മാങ്ങയായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം. പിന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇതിൻ്റെ രാത്രി ആയിക്കണം കേട്ടോ. ഇനി പിറ്റേന്നത്തെ വീഡിയോസാണ് ഇട്ടത്. അപ്പോൾ കാക്ക അത് വെട്ടിത്തരികയാണ്. ചക്ക കൂട്ടാൻ വെക്കാൻ വിചാരിച്ച് വെട്ടുകയാണ്. അപ്പോൾ പകുതി എടുത്തുകൊണ്ട് കൂട്ടാനും വെക്കാം, ബാക്കി നമുക്ക് പൈപ്പിച്ചും ചെയ്യാറുണ്ട് എന്നോട്. മൂപ്പർക്ക് ചക്ക കൂട്ടാനോട് വല്ലാതെ താല്പര്യമില്ല. മൂപ്പർക്ക് പഴുത്ത ചക്കയാണ് ഇഷ്ടം. അപ്പം എന്നോട് ആദ്യം തന്നെ പറഞ്ഞ് നമുക്ക് പഴുപ്പിച്ചാറിന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂട്ടാൻ വെക്കുകയാണ്. അപ്പം മുറിച്ച് നോക്കുമ്പോൾ അത് പഴുത്തിക്കണ്, ചെറിയ മധുരം വെച്ചിക്കണ്. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു നമുക്ക് എന്നാൽ കുറച്ച് പൊരിച്ച ബാക്കി നമുക്ക് പൈപ്പിച്ചാൻ വെക്കാറുണ്ട്. എന്നാൽ ആയിക്കോട്ടെ പറഞ്ഞ് അതൊക്കെ അരിഞ്ഞ് മൂപ്പരന്നെ അതൊക്കെ അരിഞ്ഞെന്ന് ചുള പറിച്ചൊക്കെ തന്നിട്ടാട്ടൊന്ന് കടയിലേക്ക് പോയത്. അപ്പോൾ എനിക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തരികയാണ് കേട്ടോ. ചുള പറിച്ച് തരുന്നുണ്ട്, അത് അരിയണമുണ്ട്. അപ്പോൾ ഇത് നല്ല മധുരമല്ല, ചെറിയ മധുരം ആയിട്ടുള്ളൂ. അങ്ങനെ ചക്കയൊക്കെ ചുള പറിച്ച് അപ്പോൾ വേസ്റ്റൊക്കെ കൊണ്ടുപോയിടുകയാണ്. ഇപ്പം തന്നെ കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ ഈച്ച വരുന്നതാണ്. ഇപ്പോൾ ഈ മഴക്കാലമല്ലേ, പെട്ടെന്ന് ഈച്ച വരുമല്ലോ. അപ്പോൾ ചുള പറിച്ച് വെച്ചിട്ടുള്ളൂ, അരിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അകത്തേക്ക് എടുത്തോണ്ടെന്ന് കണ്ട് അരിയ വിചാരിച്ചത് അകത്തേക്ക് എടുത്തോണ്ടെന്ന്. എന്നിട്ട് പിന്നെ കനം കുറച്ചുങ്ങാണ്ട് അരിഞ്ഞു വെച്ചു. പിന്നെ മക്കളൊക്കെ പോയിട്ടാണ് കേട്ടോ. ഇനി ചെറിയൊക്കെ പറഞ്ഞയക്കലൊക്കെ കഴിഞ്ഞ് ഞാനത് വേറെ പാത്രത്തേക്ക് ആക്കി കൊടുത്ത്. നല്ല പൊടിയുള്ള ചക്കയാണ് കണ്ടിട്ട്. നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും കൂട്ടാൻ വെച്ചില്ല, യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ട് നമ്മളൊരു സബ്സ്ക്രൈബറുമാണ്. അപ്പോൾ അവൾ കൊടുത്തയച്ചതാണ് കേട്ടത്. കൊറിയറായി കണ്ട് ഞങ്ങളെ കയ്യിൽ എത്തിയതാണ്. ഞാൻ ഈ കേക്കിൻ്റെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഗ്ലൗസ് ഇടുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് ആണല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ഇത് നല്ല യൂസ്ഫുൾ ആണ്, ഇതൊന്ന് ഇട്ട് നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് തന്നെ ഈ ചക്ക നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് പിന്നെ ഗ്ലൗസ് ഒന്നും വേണ്ട. എന്നാലും ഞാനൊന്ന് എന്താ അത് സംഭവം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിങ്ങാണ്ട് ഈ ഗ്ലൗസൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. നമ്മളെ കൈയിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള സൈസാണ്, സ്മാള്, മീഡിയം, ലാർജ് ഇറങ്ങാണ്ട് അങ്ങനെ ഒരു സൈസൊക്കെ ഉണ്ട് ഇതിന്. ഞാൻ ഗ്ലൗസ് എല്ലാ സംഭവം സെയിമാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയല്ല. എന്തായാലും എനിക്ക് അയച്ചെന്നതിൻ്റെ കയ്യിന് സെയിമാണ്, കറക്റ്റാണ്. നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനല്ല, പുറത്തേക്ക് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഗ്ലൗസ് ഇടുകയാണെങ്കിൽ നല്ലതാണല്ലോ. പിന്നെ മെയിൻ കേക്കിന് ഞാൻ ഇടലുണ്ട്. എൻ്റെ അടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ തേനി കണ്ടോ, കയ്യിന് നമ്മൾ ചുരുട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ അതിന്. അങ്ങനെ ഗ്ലൗസൊക്കെ ഇട്ട് സെറ്റപ്പായി. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത്, ഉപ്പും പാകത്തിന് ഇട്ടെടുത്ത്. ഉപ്പൊക്കെ പിന്നെ എന്താ പറയുക, പൊരിക്കണതാവുമ്പോഴേ പെട്ടെന്ന് ഉപ്പ് കയറും. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഇങ്ങനെ ഇട്ട് ഉപ്പായി തന്നെ ഇട്ട് കൊടുക്കലാണ്. ചിലവരൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇങ്ങനെ വെള്ളത്തേക്ക് കുടയണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ചെയ്യൽ. അപ്പോൾ നല്ലോണം ഗ്ലൗസ് വെച്ച കൈ കൊണ്ട് തന്നെ നല്ലോണം ഞെരടി കൊടുത്തു. ഉഷാറാണ് കേട്ടോ, ഗ്ലൗസ് സൂപ്പറാണ്. എൻ്റെ എല്ലാ വീഡിയോസുകളും കാണലുണ്ട്, കമൻറ്റും ഇടലുണ്ട്. യൂട്യൂബിൽ കൂടെ അല്ല കേട്ടോ അവളെ ഞാൻ പരിചയപ്പെട്ടത്, ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ വീഡിയോസൊക്കെ അവൾ കാണലുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചതാണ്. അങ്ങനെ അവൾ പിന്നെ നമ്മളെ ചാനലും കാണലുണ്ട്, കമൻറ്റ് ഇടലുണ്ട്. എന്തായാലും സംഭവം പൊളിയാണ്. ഇനി കേക്കിൻ്റെ വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇടാമല്ലോ. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, ഇത് ഇട്ടാലേ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു, ഓയിലട്ട് ഒഴിച്ചു കൊടുത്ത്. അത് ചൂടായപ്പോൾ ഞാൻ ചക്ക ഇട്ട് കൊടുത്തു. നല്ലോണം ചൂടായിക്കണം, നല്ലോണം ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ കനം കുറച്ചാണ് അരിഞ്ഞത്, അപ്പോൾ പെട്ടെന്ന് ആവുമല്ലോ. ഇത് ഇന്നത്തെ വീഡിയോസ് ചെറിയൊരു വീഡിയോസ് കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോസ് എടുത്തുകൊണ്ട് നിങ്ങളെ മുന്നിൽ എത്തിച്ചേരുകയാണ്. എന്നും വീഡിയോസ് എന്തെങ്കിലും റെസിപ്പി ആയിട്ട് വരലുണ്ടല്ലോ ഞാൻ. അങ്ങനെ നമ്മളെ ചക്കപ്പൊരിയൊക്കെ അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, ഇടക്കിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം കരിയാൻ നിൽക്കണ്ട, ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മളെ ക്രിസ്പി ആയ ചക്കപ്പൊരി റെഡി ആയിട്ടോ. എല്ലാവരും ചെയ്യണത് തന്നെയാണ് ഇങ്ങനെയൊക്കെ, എന്നാലും ഞാൻ ചെയ്ത രീതി ഇങ്ങനെ കാണിച്ചു തന്നു മാത്രം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണ്ടേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചക്കപ്പൊരി ഇഷ്ടമല്ലാത്തവരും ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ ചക്കപ്പൊരി. ആദ്യക്കും അതും ഇടയ്ക്കൊരു അപ്പുവീഴ്ചലാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൊണ്ട് വെക്കണം വിൽക്കുക, അപ്പോൾ അങ്ങനെ എടുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങൾ ക്രിസ്പി ചക്കപ്പൊരി റെഡി ആയിട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.